നിയമസഭയിലെ പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച് മന്ത്രിമാർ. അടിയന്തര പ്രമേയ ചർച്ച ഏത് വിധേനയും ഒഴിവാക്കുക എന്നതായിരുന്നു പ്രതിപക്ഷ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നുണക്കൊട്ടാരങ്ങൾ ഇന്ന് തകർന്നു വീണെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു. പ്രതിപക്ഷത്തിൻ്റേത് അപക്വമായ നിലപാടെന്നതിന്റെ തെളിവാണ് ഇന്നത്തെ സംഭവങ്ങളെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഭീരുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. വിഷയം ഉന്നയിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്നും പ്രതിപക്ഷം പ്രതീക്ഷിച്ചു. അതിന്റെ ഭാഗമായാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. പ്രതിപക്ഷത്തിന്റെ നടപടി തെറ്റാണെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. അപ്പോൾ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് വരെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് പ്രശ്നം വന്നത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ്. ചർച്ച ചെയ്താൽ കാപട്യം തുറന്നു കാട്ടപ്പെടും. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ UDFന് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് അങ്ങേയറ്റം തെറ്റായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. നുണകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പ്രതിപക്ഷം ഭീരുക്കളെപ്പോലെ സഭയിൽ നിന്ന് ഇറങ്ങിയോടുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. എങ്ങനെയും പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ന് കൈ ചൂണ്ടി സ്പീക്കറെ വിളിക്കുന്നത് ഇന്ന് വരെ കേരള നിയമസഭാ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ പരാജയവുമാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ആദ്യത്തെ മണിക്കൂറിൽ കൈവരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ സ്വന്തം നേതാവ് സംസാരിക്കുമ്പോൾ വെല്ലിൽ നിന്ന് ബഹളം വയ്ക്കുന്നത് ആ പ്രതിപക്ഷ നേതാവിനോടുള്ള അനാദരവല്ലേ? കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളിൽ ഏറ്റവും ഭീരു VD സതീശനാണെന്നും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഒളിച്ചോടി നാണംകെട്ട പ്രതിപക്ഷമായി മാറിയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല. ഇത് രണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി എന്താകും? പുറത്ത് ആംബുലൻസ് വെക്കേണ്ടി വരും, സ്ട്രെച്ചറിലെടുത്ത് കൊണ്ടുവേണ്ടി വരും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ ഭീരു ഓടി ഒളിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് ചർച്ച വന്നാൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. ബോധപൂർവം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കമെന്നും എല്ലാ വിഷയങ്ങളും സഭ ചർച്ച ചെയ്തു പോകുമെന്ന് മന്ത്രി കെ രാജനും വ്യക്തമാക്കി. കേരളത്തിന്റെ ജനാധിപത്യത്തിനോട് ഇത്ര കടുത്ത വെല്ലുവിളി നടത്തുന്ന നടപടിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.